അനുമോളായിട്ട് ഇപ്പൊ പിണക്കില്ലായിരുന്നല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു മിനിറ്റ് ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കും. മറുപടി അല്ല, തീർത്ത് നേരം കിട്ടില്ല. എന്നെ കാണാൻ കുറച്ച് ബുദ്ധിയാണ്. പോണോ? എങ്ങനെയായിരുന്നു കല്യാണം? അടിപൊളിയില്ലായിരുന്നു. കല്യാണം ഓൾറെഡി കഴിഞ്ഞല്ലോ. ഇത് റിസപ്ഷൻ ആയിരുന്നു. അടിപൊളിയായിരുന്നു, ഗ്രാൻഡ് ആയിരുന്നു. എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റി. ഓൾ ദ വെരി ബെസ്റ്റ്. ഡയറ്റ് ഒന്നും അല്ല, ഞാൻ ഓൾറെഡി ആവശ്യത്തിന് കഴിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? പിണക്കൊക്കെ മാറിയായിരുന്നു. എന്ത് പിണക്കം? അനുമോളുമായിട്ടുള്ള അനുമോളായിട്ട് ഇപ്പൊ പിണക്കില്ലായിരുന്നല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു മിനിറ്റ് ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കും. മറുപടി മിനിമം കുറച്ചല്ല, അല്ലെങ്കിൽ തമ്മിൽ ഒരു അനുമോളായിട്ട് ഞങ്ങൾക്ക് ഒരു പിണക്കില്ലല്ലോ. പിണക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതേപോലെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവായിരുന്നു. ആ ചോദ്യത്തിനോട് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ലല്ലോ. പിണക്കമുള്ളവര് ഇത് വരില്ല, മനസ്സിലായില്ലേ? ആ പിണക്കമുള്ളവര് പക്ഷെ ഞങ്ങൾക്ക് മറ്റേ നന്മ മരങ്ങളാണ്. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെ പിണക്കും വഴക്കൊന്നും കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അത് മോള് പറഞ്ഞിട്ട് കയറിട്ടോ രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്ക് സമ്മതിക്കത്തില്ലേ? നിങ്ങളാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് പണക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞതാ, ഷോ ആയിരുന്നു. അത് കഴിഞ്ഞു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി ഒരു ഇഷ്യൂസും ആരുമായിട്ടുമില്ല. അതുകൊണ്ട് സഹകരിക്കുന്നു, പോകണം. അങ്ങനെയല്ല, മനുഷ്യന്മാരല്ലേ. എനിക്ക് കുറച്ച് തരാം. ഇത്ര നേരം ഞാൻ കുറച്ച് സാധിച്ചില്ലേ എന്റെ ഡാൻസ് ബാക്കിനെ പറ്റിട്ട് ഒന്നും പറയൂ. ആരെങ്കിലും ഒന്ന് ചോദിക്കൂ, പറയൂ. ഡാൻസ് ധമാക്കയില് പിന്നെ എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ഭയങ്കര മോശം. മോഹിക്കുന്ന ഒരു തരി പോലും സാരി വാങ്ങിക്കല എല്ലാം പിന്നി പോകും. ഡാൻസ് ധമാക്ക അടിപൊളിയായിരുന്നു ഗൈസ്. അതിൽ അവൻ പെണ്ണിന്റെ ഒരു വേഷം ഇട്ടിട്ട് വന്ന് അടിപൊളിയായിട്ട് തകർക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ, ഇനി വെറുതെ പിന്നെ ബാക്കി പറ്റണം. മോഹിക്ക് എന്ന് പറഞ്ഞ പ്രാണിയെ പറ്റുന്ന ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ടിട്ടില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. ബട്ട് ഇറ്റ്സ് വെരി നൈസ്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പെട്ടെന്നൊരു. പക്ഷെ ഇത് മോഹിക്കിന്റെ അല്ല, പക്ഷെ മോഹിക്ക് തന്ന പൈസ വാങ്ങി. അതെ, ഇത് എന്റെ സ്പോൺസർഷിപ്പ്. അപ്പൊ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ ഇടക്കിടക്ക് കാലി മാറുന്ന അറിയാമല്ലോ. അല്ല, മാറിയിട്ട് കാര്യമില്ല. നൂല് പറഞ്ഞേച്ചു. ഇപ്പൊ നൂലിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഉണ്ടല്ലോ ബ്രദറായിട്ട്. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ നോബിളി. ഇപ്പൊ എല്ലാരും പറയുന്നത് മൂവിന്റെ ബിന്നിയുടെ പിറക്കാണ്ട് പോയ മകനായിരുന്നു. ശരി, അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. ഹാപ്പി ഓണം അഡ്വാൻസ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നിങ്ങളിങ്ങനെ അങ്ങോട്ട് വീഴരുത് കേട്ടോ. എന്തുണ്ട് ഓണമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു.